എന്നാലും ഈ മഹാനോടുള്ള മഹബത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ മശായിഖന്മാരോടുള്ള ആ മഹബത്ത് കൊണ്ട് നമുക്ക് കാര്യങ്ങൾ നടത്താൻ ദുആക്ക് അല്ലാഹു തആല ഉത്തരം തരും എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അങ്ങനത്തെ ഒരു മജ്‌ലിസിലാണ് ബഹുമാനപ്പെട്ടവരെ മൗലൂദ് ഓതിയ മദ്ഹ് പറഞ്ഞ മഹത്തായൊരു മജ്‌ലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് സാന്ദർഭികമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തി കുറച്ച് ദിക്ർ ചൊല്ലി നമ്മൾക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാന്മാരുടെ പൊരുത്തത്തിലായി അവരെ തർബിയത്തിലായി ജീവിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. കുറച്ച് അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള ദിക്ർ ഒരു 33 പ്രാവശ്യം മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും ഖൽബ് അള്ളാഹുവിലേക്ക് തുറന്നു വെച്ച് മറ്റൊരു ചിന്തയില്ലാതെ അള്ളാഹ് എന്നുള്ള ഒരൊറ്റ ചിന്ത, ഈ ഒരു ചിന്തയിൽ നമ്മളെ ഖൽബിനെ നിർത്തിയിട്ട് നാവുകൊണ്ട് നമ്മൾ ചൊല്ലുന്നത് അത് നല്ലോണം ഉഷാറായിട്ടല്ലേ ഈ മാനികമായ ആവേശത്തോടുകൂടെ നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കുക. ഇഖ്ലാസോടുകൂടെ ഹൃദയ സാന്നിധ്യം വേണം. ദിക്ർ ചൊല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മളങ്ങോട്ട് ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നമ്മളൊരിക്കലും ഹായിബാവൂല. നമ്മളെ ഖൽബ് നന്നാക്കാനുള്ള മരുന്ന് അതും ദിക്ർ തന്നെയാണ് എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ കുറച്ച് ദിക്ർ ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അസ്തഗ്ഫിറുല്ലാഹ്, 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 അസ്തഗ്ഫിറുല്ലാഹ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ് നമുക്ക് ചൊല്ലാനുള്ളത്. അഫ്ളലു മാ ഖുൽതു വന്നബിയ്യുന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഞാനും എൻ്റെ മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞ വാക്കിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കലിമത്ത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാത്രവുമല്ല നമ്മളെ ചേറ് പിടിച്ച ഐക്ക് പിടിച്ച മലീമസമായ നമ്മളെ ഖൽബിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഏറ്റവും പറ്റാവുന്ന ഫലവത്തായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചൊല്ലേണ്ട രൂപത്തിൽ ചൊല്ലിയാൽ നമ്മളെ ഖൽബിന് മാറ്റം ഉണ്ടാവും, പരിവർത്തനം ഉണ്ടാവും. അല്ലാഹുവേ ഞങ്ങളൊക്കെ ഖൽബിനെ നന്നാക്കി തരണേ റഹ്മാൻ, ഖൽബ് നന്നാക്കി തരണേ. എല്ലാവർക്കും നീ ഹിദായത്തിൻ്റെ വെളിച്ചം നൽകണേ റഹ്മാൻ, ഹിദായത്തിൻ്റെ വെളിച്ചം നൽകണേ. സാറായിട്ട് ചൊല്ലിയാൽ അതിൻ്റെ അക്ഷരങ്ങളൊക്കെ വൃത്തിയായി ഉച്ചരിച്ച് ഹംസയും മാവും ഒന്നും വിട്ടുപോവാതെ കുറഞ്ഞ ദിക്റാണ് ചൊല്ലുന്നതെങ്കിലും ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഖൽബ് അല്ലാഹുവിലേക്ക് തുറന്നു വെച്ച് വേറൊരു ചിന്തയില്ലാതെ നമ്മളങ്ങനെ ചൊല്ലുക. ജദ്ദിദൂ ഈമാനക്കും വനവ്വിറൂ ഖുലൂബക്കും വസയ്യിനൂ അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
لا إله إلا الله 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 ഇനി യാ ഹയ്യ് യാ ഖയ്യൂം എന്നുള്ള ദിക്റാണ് കുറച്ചു നേരം നമുക്ക് ചൊല്ലേണ്ടത്. അള്ളാഹുവിൻ്റെ പേരാണ്, ഇസ്മുൽ അഅ്ളമാണ്, ദുആക്ക് ഇജാബത്തുള്ള ദിക്റാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ രണാങ്കണത്തിൽ ശത്രുക്കളുടെ നീണ്ട നിര കണ്ടപ്പോൾ ഉപയോഗപ്പെടുത്തിയ ദിക്റാണ് യാ ഹയ്യ് യാ ഖയ്യൂം. എല്ലാവരും നീട്ടി വിളിച്ചോ. അതിൻ്റെ പോലീസുകളൊക്കെ പറയുകയാണെങ്കിൽ എടുത്തു പറയാനുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഒരുപാട് ഉസ്താദന്മാരും സദാത്തുക്കളുമുള്ള ഈ മഹത്തായ മജ്‌ലിസിൽ കൂടുതൽ ഉറക്കൊഴിക്കാൻ ആർക്കും കൈയോളം വിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചുരുക്കുന്നു. എല്ലാവരും 33 പ്രാവശ്യം യാ ഹയ്യ് യാ ഖയ്യൂം എന്നുള്ള ഉഷാറായിട്ട് ആവേശത്തോടു കൂടെ അള്ളാനെയാണ് വിളിക്കുന്നത്. ഈ ഒരു ചിന്തയോടുകൂടെ എല്ലാവരും ഉഷാറായിട്ട് ചൊല്ലുക. യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം. റഹ്മാനായ അല്ലാഹ്, ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹ്, ദോഷങ്ങളെ കൊണ്ട് ചത്തുപോയ ഞങ്ങളെ കൽബിനെ
ആത്മീയമായ ഹയാത്ത് തരണേ പഠിച്ചോനെ. ആത്മീയമായ ഹയാത്ത് തരണേ അല്ലാ. ഞങ്ങളെ കൽബിനെ നന്നാക്കി തരണേ. ഞങ്ങൾ ചെല്ലുന്ന അതുക്കാറും സ്വലാത്തുകൾ ഞങ്ങളെ കൽബ് നന്നാവാനുള്ള ശുദ്ധിയാവാനുള്ള മരുന്നാക്കണേ റഹ്മാൻ. അതിന് പറ്റിയ മരുന്നാക്കണേ അല്ലാ. എല്ലാവരെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാവരെയും ശാരീരികവും മാനസികവും പൈശാചികവുമായ എല്ലാ രോഗങ്ങളും നീ ശിവയാക്കണേ റഹ്മാൻ. ശിവയാക്കണേ അല്ലാ. ശിവയാക്കണേ അല്ലാ. ആലായ സിയം വലിയുള്ള ഖദസുല്ലാഹി തങ്ങളെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ശിവ നൽകണേ അല്ലാ. ശിവ നൽകണേ റഹ്മാൻ. ഇനി അല്ലാ എന്നുള്ള ദിക്ർ കുറച്ചു നേരം കണ്ണട ചിമ്പിയിട്ട് അല്ലാ എന്നുള്ള ആ ഒരു ചിന്തയിൽ നമ്മളെ കൽബ് നിർത്തിയിട്ട് ശരിക്ക് ഉഷാറായിട്ട് ആവേശത്തോടു കൂടെ ചൊല്ലുക. അല്ലാ 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 അല്ലാ. അൽഹംദുലില്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. മഹാനായ വലിയുള്ളാഹി റസൂലുള്ളാഹി തങ്ങളെ അക്ജാബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മശായിഖന്മാരെ അക്ജാബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാൻ. ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണേ അല്ലാഹ്. ഇനി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളെ വസീല. വസീലത്തിനാ ഫിദ്ദാറൈൻ, ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ രക്ഷപ്പെടുത്താനുള്ള നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ തങ്ങളെ ശഫാഅത്ത് നമുക്ക് ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇന്ന ഔലാബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ. നാളെ അന്ത്യനാളിൽ എൻ്റെ ശഫാഅത്ത് കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവൻ അവൻ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എൻ്റെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയുണ്ടാക്കിയവനാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതിന് നമുക്ക് കഴിയണം. ഒരുപാട് സ്വലാത്തും സലാമും ചൊല്ലിയുണ്ടാക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മളോട് ഈ അഹ്ലു ബൈത്തിന്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമ്മളോട് പറയുന്ന അൽഹംദുലില്ലാഹ്. അള്ളാഹുവെ, ഒരുപാട് സയ്യിദന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദന്മാർ അവറുകൾ ഇവിടെ ഈ മജ്‌ലിസിൽ ധാരാളമുണ്ട്. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആനെ നീ കബൂലാക്കണേ റഹ്മാൻ. ദുആനെ കബൂലാക്കണേ അല്ലാഹ്. ദുആനെ കബൂലാക്കണേ റഹ്മാൻ എന്ന് 10 സ്വലാത്ത് ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آل أهل البيت سلم. ഒരു നാരിയത്ത് സ്വലാത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചെല്ലാം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي حلل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستصل الله وجهه الكريم وعلى آله وصحبه في كل لمحة ونفس.